ഈ മാഡ്രിഡ് ടീമുകൾക്കൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, വേറൊന്നുമല്ല. വലിയ വലിയ ടീമുകളൊക്കെ പൊട്ടിച്ചിട്ട് ചെറിയ ടീമുകളോട് പരാജയപ്പെടും. അതാണ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിന് കോപ്പ ഡെൽ റേൻ്റെ ഫൈനലിൽ സംഭവിച്ചിരിക്കുന്നത്. റയൽ സോസിഡാഡ് ഒരു കുഞ്ഞു ടീമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അത്ര ചെറിയ ടീമൊന്നുമല്ല. ബട്ട് ഒരു ആവറേജ് ടീമാണ് അവർ. ബട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിനെ പോലത്തെ ഒരു ടീമിനെതിരെ ഫൈനലിന് അത്ലറ്റിക്കോ മാഡ്രിഡിന് അവരായിട്ട് വിജയിക്കണം, മസ്റ്റാണ്. ഫോർ എക്സാമ്പിൾ ഗ്രീസ്മാൻ ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ് വിടാൻ പോവുകയാണ്. അപ്പോൾ ഗ്രീസ്മാൻ ഒരു ട്രോഫി അടിക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. ടു ബി ഫ്രാങ്ക്, ഈ കോപ്പ ഡെൽ റേ ഫൈനലിലോട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് എത്തി. അപ്പോൾ ഗ്രീസ്മാൻ ആ ഒരു ട്രോഫി അടിക്കണം എന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹം ഉണ്ടായിരുന്നു, ടു ബി ഫ്രാങ്ക് പറയാലോ. പക്ഷേ നടന്നില്ല. ആ അത്ലറ്റിക്കോ മാഡ്രിഡ് നമുക്ക് ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണനെ ക്വാർട്ടർ ഫൈനലിൽ പൊട്ടിച്ചിട്ട്, ഇതിൽ പ്രീ ക്വാർട്ടറിലാരെ റൗണ്ട് ഓഫ് 16 ടോട്ടൻഹാമിനെയാണ് പൊട്ടിച്ചത് എനിക്ക് തോന്നുന്നു. 7-5 ടോട്ടൻഹാമിനെ നമ്മളൊരു വലിയ ടീമായിട്ട് കാണുന്നില്ല. ബട്ട് സ്റ്റിൽ അവരിപ്പോൾ റെലഗേഷനിലൊക്കെയാണ്. എന്നാലും ടോട്ടൻഹാം എന്ന് പറയുമ്പോൾ ഒരു പേരൊക്കെ ഉണ്ടല്ലോ. പിന്നെ ക്വാർട്ടർ ഫൈനലിൽ ബാഴ്സലോണയെ പൊട്ടിച്ചിട്ട് റയൽ സോസിഡാഡിനെതിരെ പെനാൽറ്റീസിലാണ് പൊട്ടിയത്. സോർലോത്തിൻ്റെയും യൂലിയൻ അൽവാരസിൻ്റെയും ഒരു പെനാൽറ്റി മിസ്സായി. അത് റയൽ സോസിഡാഡിൻ്റെ ഗോൾ കീപ്പർ ഹീറോ ആയിട്ട് ആ 2 പെനാൽറ്റി സേവ് ചെയ്തു. അപ്പുറത്ത് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഗോൾ കീപ്പർ 1 സേവ് ചെയ്തു. ബട്ട് സ്റ്റിൽ അതുപോലെ അപ്പുറത്തെ 2 സേവ് ചെയ്തപ്പോൾ പെനാൽറ്റീസിൽ റയൽ സോസിഡാഡ് വിജയിച്ചു, അത്ലറ്റിക്കോ മാഡ്രിഡ് പരാജയപ്പെട്ടു. എനിക്ക് ടു ബി ഫ്രാങ്ക് പറയാലോ, അത്ലറ്റിക്കോ മാഡ്രിഡ് UCL ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? നമുക്കറിയാം ഗ്രീസ്മാൻ ഒർലോൺ സിറ്റിയിലോട്ട് പോവുകയാണ്, MLS പോവുകയാണ്. സോ ഗ്രീസ്മാൻ ഒരു ട്രോഫി ഒരു ഡിസേർവിംഗ് ആണ്. പുള്ളിയൊരു സൂപ്പർ കപ്പ് ഐ തിങ്ക് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കൂടെ നേടിയിട്ടുണ്ട്. ഒരു UCL ലാലിഗ ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്കറിയാം ആ ഒരു ബാഴ്സലോണയ്ക്ക് വന്ന് ലാലിഗ നേടാൻ വേണ്ടി. അപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ജയിച്ചപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് തിരിച്ചു വന്നപ്പോൾ ബാഴ്സലോണ ലാലിഗ നേടി. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ UCL അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിക്കട്ടെ എന്നാണ് ആഗ്രഹം. പക്ഷേ PSG ബയണൊക്കെ ഉണ്ടാകുമ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല, അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ചാമ്പ്യൻസ് ലീഗാണ്, എന്തും സംഭവിക്കും. സോ എൻ്റെ കണ്ടൻസ് ഇഷ്ടമാണ്, ജസ്റ്റ് ചാനൽ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്തിട്ടോ. താങ്ക് യു സോ മച്ച്.